കണ്ണൂരിലെ BJP പ്രവർത്തകൻ സൂരജ് കൊലക്കേസിൽ 8 പ്രതികൾക്ക് ജീവപര്യന്തം തടവ്. ജീവപര്യന്തം ശിക്ഷ 2 മുതൽ 9 വരെയുള്ള പ്രതികൾക്ക്. 11ാം പ്രതി പ്രദീപിന് 3 വർഷം തടവ്. വിധി തലശ്ശേരി പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയുടേത്. ശിക്ഷ വിധിച്ചത് 19 വർഷങ്ങൾക്ക് ശേഷം. CPIM പ്രവർത്തകർ സൂരജിനെ വെട്ടിക്കൊലപ്പെടുത്തിയത് 2005 ഓഗസ്റ്റ്. നിരാഹാര സമരം നടത്തുന്ന ആശാ പ്രവർത്തകർക്ക് പിന്തുണയുമായി കൂട്ട ഉപവാസ സമരം. ഡോക്ടർ P. ഗീത സമരം ഉദ്ഘാടനം ചെയ്തു. സെക്രട്ടേറിയറ്റിന് മുന്നിൽ ആശാ പ്രവർത്തകർ നടത്തുന്ന രാപ്പകൽ സമരം 43ാം ദിവസം. ആശമാരുടെ ഉപവാസ സമരം 5ാം ദിവസത്തിലേക്ക്. കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സാ പിഴവിനെ തുടർന്ന് രോഗി മരിച്ച സംഭവം സഭയിൽ ഉന്നയിച്ച് പ്രതിപക്ഷം. PC വിഷ്ണുനാഥ് MLA അടിയന്തര പ്രമേയ നോട്ടീസ് നൽകി. സംസ്ഥാനത്തെ മരുന്ന് ക്ഷാമം സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യണമെന്ന് ആവശ്യം. ആരോഗ്യ സംരക്ഷണത്തിൽ കേരളം മാതൃകയെന്ന് മന്ത്രി MB രാജേഷ്. കേരളത്തിലെ ആശുപത്രികളിൽ മരുന്ന് ക്ഷാമം ഇല്ലെന്നും മറുപടി. ഡൽഹി ഹൈക്കോടതി ജഡ്ജിയുടെ വീട്ടിൽ പണം കണ്ടെത്തിയ സംഭവം സുപ്രീം കോടതി നിയോഗിച്ച സമിതിയുടെ അന്വേഷണം തുടരുന്നു. ജസ്റ്റിസ് യശ്വന്ത് വർമ്മയുടെ ഫോണിലെ തെളിവുകളും കോളുകളും പരിശോധിക്കും. വിഷയം പാർലമെന്റിൽ ചർച്ചയാക്കാൻ പ്രതിപക്ഷം. ഇരുസഭകളും വിഷയം ഉന്നയിക്കും. അമേരിക്കയുമായുള്ള തീരുവ യുദ്ധത്തിനിടെ കാനഡയിൽ ദേശീയ തെരഞ്ഞെടുപ്പ്. അധികാരമേറ്റതിന് പിന്നാലെ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചു പ്രധാനമന്ത്രി മാർക്ക് കാർണി. വോട്ടെടുപ്പ് നടക്കുക ഏപ്രിൽ 28-ന്. അഭിപ്രായ സർവേകളിൽ ഭരണകക്ഷിയായ ലിബറൽ പാർട്ടിക്ക് മുൻതൂക്കം. വോട്ടെടുപ്പ് നേരത്തെയായതിൽ ഫലം അനുകൂലമാകുമെന്ന പ്രതീക്ഷയിൽ ലിബറൽ പാർട്ടി. റഷ്യ യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കാനുള്ള 3ാം ഘട്ട ചർച്ചകൾക്കൊരുങ്ങി സൗദി. ചർച്ച ഇരു രാജ്യങ്ങളും താൽക്കാലിക വെടിനിർത്തലിന് ഭാഗികമായി സമ്മതിച്ച സാഹചര്യത്തിൽ. മുന്നോട്ട് വെച്ചത് 30 ദിവസത്തെ താൽക്കാലിക വെടിനിർത്തൽ. യുദ്ധം അവസാനിപ്പിക്കാനും ലോകരാജ്യങ്ങൾ റഷ്യക്കുമേൽ സമ്മർദ്ദം ചെലുത്തണമെന്ന് യുക്രൈൻ പ്രസിഡന്റ്. ഇന്ത്യൻ പ്രീമിയർ ലീഗിൽ ഇന്ന് ഡൽഹി ക്യാപിറ്റൽ ലക്നൌ സൂപ്പർ ജെയിൻസ് പോരാട്ടം. മത്സരം രാത്രി 7:30 വിശാഖപട്ടണത്ത്. ചെന്നൈ സൂപ്പർ കിങ്സിനെതിരായ ആദ്യ മത്സരത്തിൽ മുംബൈ ഇന്ത്യൻസിന് തോൽവി. പരാജയം 4 വിക്കറ്റിന്. മുംബൈ ആദ്യ മത്സരം തോറ്റു തുടങ്ങുന്നത് തുടർച്ചയായി 13 സീസണുകളിൽ.